മീരയുടെ കാഴ്ചപ്പാടിലാണ് ആദർശിന്റെ പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമായി തോന്നുന്നത്. ഒരുപക്ഷെ ആദർശ് മറ്റൊരു രീതിയിലായിരിക്കും ഇത് കാണുന്നത്. അതിനെ തരണം ചെയ്യാനുള്ള പോംവഴികളും ആദർശിന്റെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മീരയുടെ ഈ വേവലാതിയെല്ലാം വെറുതെ ആവില്ലേ? കൂടുതൽ കാട് കയറി ചിന്തിക്കാതിരിക്കുക. മീരയുടെ വിശ്വാസം ഉറച്ചതാണല്ലോ. അപ്പോ എല്ലാം ഭഗവാന് സമർപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. ഇനിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അതെ, ആദർശൊന്നും നമ്മൾ ഉദ്ദേശിച്ച ആളല്ല മനു ചേട്ടാ. അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എന്താടോ? ഞാനേ സൂരജിനെ ഉടനെ ഇന്ന് ഇങ്ങോട്ട് അയക്കരുതെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സൂരജിന്റെ തീരുമാനമാണെന്നല്ലേ ആദർശ് പറഞ്ഞത്? അത് ആദർശ് പറഞ്ഞ ശരിയല്ലേ? ആദർശിന്റെ കമ്പനിയിലെ സ്റ്റാഫാണ് സൂരജ് എന്ന് കരുതി പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ചെന്നാലേ സൂരജ് ജോലി ഉപേക്ഷിച്ച് പോകുന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ പോയാൽ പോട്ടേന്ന് വെക്കണം. അവനൊക്കെ ജോലി കളഞ്ഞ വേറെ ആര് ജോലി എടുക്കാനാ? സൂരജിന് ആദർശിന് ആവശ്യമുണ്ടെങ്കിലോ? താൻ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല മനോജേട്ടാ, സൂരജിന്റെയും വിദ്യയുടെയും വിവാഹം നടത്തി കൊടുക്കുന്നതാണ് നല്ലതെന്നും അവർ ആദർശിനോട് വിവാഹത്തിന്റെ സഹായം ചോദിച്ച ആദർശ് ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞു. ആദർശിന് ശരിയെന്ന് തോന്നിയതാണ് ആദർശ് പറഞ്ഞത്. അയാൾക്ക് വേണമെങ്കിൽ അത് മറച്ചു വെച്ച് തന്നോട് സംസാരിക്കായിരുന്നു. അത് ചെയ്തില്ലല്ലോ. മനസ്സിലുള്ള കാര്യം സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞില്ലേ? കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. അത്ര വലിയ മഹാമനസ്കതയൊന്നും എനിക്കില്ല. എന്റെ മോളുടെ വിവാഹം നടത്തുമെന്ന് പറയാൻ അവനാരാ? അങ്ങനെ അല്ലല്ലോ ആദർശ് പറഞ്ഞത്. വിദ്യയും സൂരജും സഹായം ചോദിച്ചു തന്നാൽ ചെയ്യൂന്നല്ലേ? അതെ. അതിന് നമുക്ക് ആദർശിനെ തെറ്റു പറയാൻ പറ്റുമോ? മനോജൻ എപ്പോഴും മറ്റുള്ളവരെ ന്യായീകരിക്കാനാ താല്പര്യം. നമ്മുടെ മോളുടെ ജീവിതത്തെക്കുറിച്ചോ അവളുടെ ഭാവിയെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല. എനിക്ക് ആ ചിന്തയെല്ലാം ഉണ്ട് ധന്യ. അതുകൊണ്ടാ ഞാൻ അവരാരെയും തെറ്റു പറയാത്തത്. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ വാശി പിടിക്കുന്നത് താനും ബീനയുമാണ്. സൂരജും വിദ്യയും വേറെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇത് ജീവിതമാണ്. നമ്മുടെ വാശിക്ക് മക്കളുടെ ജീവിതം ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കാനൊന്നും ഇക്കാലത്ത് സാധിക്കില്ല. അതൊക്കെ സാധിക്കോ ഇല്ലയോന്ന് ഞാൻ കാണിച്ചു തരാം. മനോജേട്ടാ, കാലം ഏതായാലും മനസ്സിനും മനുഷ്യർക്കും ഒന്നും വലിയ വ്യത്യാസമില്ല. ഒരു പെൺകുട്ടിയുടെ മനസ്സെന്താന്നും അതെപ്പോ എങ്ങനെയൊക്കെ മാറുമെന്നും എനിക്കറിയാം. കുറച്ചു നാൾക്കകം വിദ്യയുടെ ചിന്തയ്ക്കൊക്കെ വ്യത്യാസം വരും. അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ വിവാഹത്തിന് അവളെ സമ്മതിക്കും. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നില്ല. മനോജേട്ടന് തോന്നണ്ട, പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ ഉറപ്പുണ്ട്. ശരി, തൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാൻ തൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും ഞാനൊരു തീരുമാനമെടുത്ത് തന്നെ അതിന് നിർബന്ധിക്കാത്തത് താൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ. അതെനിക്കറിയാം. ഞാനൊന്ന് സമ്മതം മൂളിയ നിങ്ങൾ എല്ലാവരും ഈ വിവാഹത്തിനെ അനുകൂലിക്കും. പക്ഷേ അത് നടക്കില്ല മനോജേട്ടാ. വിദ്യയുടെ ജീവിതം അങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തന്നെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മനോജൻ എന്തിനാ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ആ എഫേർട്ട് വിദ്യയുടെ അടുത്തെടുക്കാമല്ലോ. അവള് കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തട്ടെ. താൻ പുറത്തുപോയി വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ, പോയി കഴിക്കേ. മനസ്സിലായി. ഇനി ഇക്കാര്യം സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നല്ലേ? എല്ലാവർക്കും എന്നെ പഠിപ്പിക്കാനാ ഉത്സാഹം. എന്റെ വിഷമം ആരും മനസ്സിലാക്കിയില്ല. അനുഭവം വരുമ്പോ എല്ലാരും പഠിച്ചോളൂ. മീര, ആദർശൻ എത്തിയോ? മീര, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ ആദർശേട്ടാ? നമ്മൾ പുതിയ പ്രോജക്റ്റിന് വേണ്ടി കൊടുത്ത കൊട്ടേഷൻ ഓക്കെ. പ്രോജക്റ്റ് നമുക്ക് കിട്ടി. നന്നായി. ആദർശന്റെ ടെൻഷൻ മാറിയല്ലോ. താൻ ഇരിക്കേ. എടോ, ഒരു പ്രോജക്റ്റെങ്കിലും നാട്ടിലില്ലെങ്കിലേ നമ്മുടെ കമ്പനി വർക്കിങ്ങിലാണെന്ന് ആളുകൾ സമ്മതിക്കില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. തനിക്കങ്ങനെ പുറത്തധികം ആളുകളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാ
അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തത്. അതൊന്നും സാരമില്ല. ആദർശൻ ഇപ്പൊ ഹാപ്പിയാണല്ലോ, എനിക്കത് മതി. ആദർശേട്ടൻ സന്തോഷമായിട്ടിരിക്കുന്ന കാണാൻ എനിക്കിഷ്ടം. മറ്റൊന്നിനെ കുറിച്ച് ഞാൻ അധികം ചിന്തിക്കുന്നില്ല. മീരെ, നമ്മൾ ഈ പ്രോജക്റ്റ് റേറ്റ് വളരെ കുറച്ച് ആണ് പിടിച്ചിരിക്കുന്നതെന്ന് അറിയാലോ. അതുകൊണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല പ്രഷർ ഉണ്ടാവും. അത് ഇപ്പോഴേ നമ്മൾ കണ്ടുവേണം പ്ലാനിങ് തുടങ്ങാൻ. ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ആദർശേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ കൂടെ തന്നെ ഉണ്ട്. ആ എടോ, തൻ്റെ ധന്യാൻറ്റി ഇന്ന് ഞാൻ കണ്ടിരുന്നു. ആണോ? പുറത്തു വെച്ചാണോ കണ്ടത്? അതെ. ആൻറ്റി എന്നെ കാണണമെന്നും അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു വിളിച്ചു. ഞാനിപ്പോൾ പുറത്തായിരുന്നുകൊണ്ട് ആൻറ്റിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. വീട്ടിൽ വെച്ച് സംസാരിക്കണ്ടെന്നും പുറത്തു വെച്ച് കാണാമെന്നും ആൻറ്റി തന്നെയാണ് പറഞ്ഞത്. സൂരജിന്റെയും വിദ്യയുടെയും കാര്യം സംസാരിക്കാനാണ് ആൻറ്റി വന്നത്. എനിക്ക് തോന്നി സൂരജിനെ കുറച്ചധികം നാൾ അവിടെ തന്നെ നിർത്തണമെന്നും സൂരജ് തിരിച്ചു വരും മുമ്പ് വിദ്യയുടെ വിവാഹം നടത്തണമെന്നൊക്കെ ആൻറ്റി പറയുന്നത്. ആദർശേട്ടൻ എന്തു പറഞ്ഞു? സൂരജിന് വരണമെന്ന് തോന്നുമ്പോൾ വരുമെന്നും പിടിച്ചു നിർത്താനൊക്കെ ബുദ്ധിമുട്ടാണെന്നും ഞാൻ പറഞ്ഞു. പിന്നെ ആൻറ്റി കരുതും പോലെ സൂരജ് ഇവിടെ ഇല്ലാത്തപ്പോൾ വിവാഹം നടത്താൻ നോക്കിയാലും വിദ്യ സമ്മതിക്കുമെന്ന് കരുതണ്ടെന്നും ഞാൻ പറഞ്ഞു. സൂരജും വിദ്യ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവരുടെ വിവാഹം നടത്താൻ ഞാൻ സഹായിച്ചേനെ. അവർ നല്ല കുട്ടികളായതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തതെന്നും വെറുതെ അവരെ എതിർക്കാൻ നിൽക്കാതെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് നല്ലതെന്നും ഞാൻ പറഞ്ഞു. അയ്യോ, അതെന്താ ആദർശേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മീര? അത് പറയാൻ മടിക്കുന്ന എന്തിനാ? എന്നാലും ആന്റി പറയുന്നത് ആദർശേട്ടൻ കേൾക്കുന്നും സഹായിക്കുമെന്നും വിശ്വസിച്ചായിരിക്കും ആന്റി വന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞതും. അപ്പോ അതിനെല്ലാം എതിർക്കുന്ന രീതിയിൽ ആദർശേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോ ആന്റിക്ക് അത് ഷോക്കായിട്ടുണ്ടാവും. ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവർ പ്രതീക്ഷിക്കും പോലെ നമുക്ക് എപ്പോഴും പെരുമാറാൻ സാധിക്കുമോ മീര? അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് അവർ വന്ന് നമ്മളോട് ഓരോന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഓരോ അഭിപ്രായം നിലപാടും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കാത്ത എന്താ? ആന്റിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ എന്തിനാ നുണ പറയുന്നത്? എന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ആദർശേട്ടൻ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആന്റിക്ക് ടെൻഷൻ ഉണ്ടാക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായി മറുപടി കൊടുക്കാമായിരുന്നു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആന്റി വിദ്യയുടെ കാര്യത്തിൽ വലിയ ടെൻഷനില്ല. സൂരജിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല എന്ന വാശിയും ആന്റിക്കുണ്ട്. അതിനേക്കാളും വാശിയില്ല വിദ്യ ഉള്ളത്. സൂരജിനല്ലാതെ മറ്റാരെയും വിദ്യ വിവാഹം കഴിക്കുകയില്ല. അതാ ആന്റി ഓരോ വഴികൾ തേടി അലഞ്ഞു നടക്കുന്നതും ആദർശനെ കാണാൻ വന്നതും. അതൊക്കെ എനിക്ക് മനസ്സിലാവും മീര. പക്ഷേ ആന്റിക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇത്ര മടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് അംഗീകരിക്കാതെ ടെൻഷൻ ആയതുകൊണ്ടോ അലഞ്ഞു നടന്നുകൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? മീര ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് മനോജെങ്കിലും ഹരിയെങ്കിലും ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതിനൊന്നും പരിഹാരമാവാത്തത്. പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ചാൽ പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയാൻ തീരുമാനിക്കരുത് മീര. മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്റെ ഇഷ്ടം. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല. ഇവിടെ ഇപ്പൊ ആവശ്യത്തിലധികം ടെൻഷനുണ്ട്. ഇനി പുറത്തുനിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നുണ പറഞ്ഞ് ടെൻഷൻ വലിച്ചു വെക്കാൻ എനിക്ക് വയ്യ മീര. വക്കീലിന്റെ ആൾക്കാർ എന്നെ വന്ന് കണ്ടിരുന്നു. ജാമ്യത്തിന്റെ കാര്യം അവര് ശരിയാക്കാമെന്നാ പറഞ്ഞത്. ആണോ? അപ്പോ ആ വക്കീലിനെ ഏൽപ്പിച്ചത് നന്നായി അല്ലേ? അതെ. ഗിരിജാവല്ലഭൻ എന്ന പേരൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി വെറുതെ ജാട സെറ്റപ്പ് മാത്രമേ ഉണ്ടാവൂന്ന്. ഏയ്, അങ്ങനെയല്ല. ആള് മിടുക്കനാണെന്ന് അറിഞ്ഞതുകൊണ്ടാ അയാളെ കേസ് ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. ജാമ്യത്തിന്റെ കാര്യത്തിൽ വക്കീൽ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. ആളിത്തിരി എക്സ്പെൻസീവ് ആണ്. കാര്യങ്ങൾ നടന്നാല് പണം ഒരു പ്രശ്നമല്ല. നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനല്ലേ പണം. അത് മരിക്കുമ്പോൾ നമ്മുടെ കൈ വെച്ചിരുന്നിട്ട് എന്താ കാര്യം?
എന്തായാലും വക്കീലിനെ ഏർപ്പാടാക്കി തന്നതിന് എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ അങ്കിളെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റ് ആദർശിന് എന്നെ കിട്ടി. ആദർശ് വളരെ റേറ്റ് കുറച്ച പ്രോജക്റ്റ് പിടിച്ചിരിക്കുന്നത്. ഉറപ്പായും നല്ല നഷ്ടത്തിലേ അത് തീർക്കാൻ പറ്റൂ. ആദർശ് എന്താ അങ്ങനെ ചെയ്തത്? സാധാരണ ഇത്തരം അബദ്ധങ്ങളൊന്നും ആദർശ് ചെയ്യാത്തതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അഭി മറ്റേ IT കമ്പനിയുടെ പ്രോജക്റ്റ് പിടിച്ചതേ ആദർശിന് ഫീൽ ആയിട്ടുണ്ടാവും. അതിന്റെ ഈഗോ ആയിരിക്കും ഇത് ചാടിപ്പിടിക്കാൻ പ്രേരിപ്പിച്ചത്. ആദർശ് ഇതിന് റേറ്റ് കുറച്ച് കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിന്റെ പേരിൽ അമ്മ ആദർശിനെ വഴക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇത്ര റേറ്റ് കുറയ്ക്കുന്ന ഞാനും കരുതിയില്ല. ബിസിനസ്സിൽ ലാഭത്തിലുള്ള ആഗ്രഹത്തെക്കാൾ ഈഗോയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത് നാശത്തിനാ. ആദർശിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇനി എവിടെ നിന്നൊക്കെ പണി വരുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ആദർശിന് അത് വരണം. ശരിക്കും അവന്റെ പതനത്തിന് കാരണം മീരയാണെന്ന് അവൻ മനസ്സിലാക്കണം. അവൾ അവന്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ ആദർശ് നിലം തൊട്ടിട്ടില്ല. ദേവതയാന്ന് പറഞ്ഞല്ലേ അവളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. അതൊക്കെ ഞാൻ സഹിച്ചേനെ. പക്ഷേ അവള് വന്നപ്പോ മുതല് എന്റെ അമ്മയടക്കം എല്ലാവരും അവളെ വെച്ചാണ് എന്നെ കമ്പയർ ചെയ്യുന്നത്. കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് എന്നെ ആരെങ്കിലും വെച്ച് കമ്പയർ ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ദേഷ്യം വരും. അന്നു മുതൽ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നതാ, എല്ലാത്തിനും ഒരു അവസരം കിട്ടൂന്ന്. ഇനി എന്റെ ദിവസങ്ങളാ. മീര എല്ലാവരും തള്ളി പറയുന്നത് എനിക്ക് കാണണം. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. അവള് കാരണം ആദർശ് ടെൻഷനായി കിളി പോയി നടക്കണം. ഇതെല്ലാം കണ്ണു നിറയെ കണ്ടാലേ എനിക്ക് സമാധാനമാവോ അങ്കിളെ? അതൊക്കെ അഭിക്ക് കാണാനുള്ള അവസരം ഉണ്ടാകും. എനിക്കുടനെ ജാമ്യം കിട്ടും. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് തകർക്കും. അഭിയുടെ കമ്പനി നമ്പർ 1 ആക്കാൻ എന്ത് ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യും. എന്റെ എല്ലാ പ്രതീക്ഷകളും ഞാൻ അങ്കിളിന് സമർപ്പിച്ചിരിക്കുക. അങ്കിൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് വേണം അംഗം തുടങ്ങാൻ. എല്ലാം ഉടനെ നടക്കും അഭി. അഭി ഒരു കാര്യം ചെയ്യണം. ഒരു 5 ലക്ഷം രൂപ എൻ്റെ മോള് ശ്യാമയെ ഒന്ന് ഏൽപ്പിക്കണം. എന്നിട്ട് അവളോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറയണം. ഞാൻ പറയാം അങ്കിൾ. ഓക്കെ. കുറച്ച് ആൾക്കാർക്ക് പണം എത്തിച്ചു കൊടുക്കാനുണ്ട്. അതെല്ലാം അഭി ചെയ്താൽ ശരിയാവില്ല. ഞാനത് ശ്യാമയോട് പറഞ്ഞോളാം. അതുകൊണ്ടാ അവളോട് ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞോളാം. ഓക്കെ, എങ്കിൽ അഭി വയ്ക്കൂ. മിക്കവാറും ഇനി നമ്മൾ കാണുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ടായിരിക്കും. അങ്ങനെ ആവട്ടെ അങ്കിളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി അഭി. ശരി. പുതിയ പ്രോജക്റ്റിലേക്കുള്ള റിക്രൂട്ടിംഗ് നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ ആളുകളെ അപ്പോയിന്റ് ചെയ്യണം. പുറത്തുള്ള പ്രോജക്റ്റിലേക്ക് മാക്സിമം ഇവിടെയുള്ളവരെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യാം. സ്റ്റാഫിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം. ആദർശമായിട്ട് നോക്കിയിട്ട് ഓക്കെയാണെന്ന് പറഞ്ഞ ഏജൻസി ഏൽപ്പിക്കാം. അതൊക്കെ ഇനി എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? തനിക്ക് തന്നെ നോക്കിയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം മീര. നമ്മുടെ ജോലികളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. മീര തന്നെ തീരുമാനം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ താൻ എന്നോടത് ചോദിക്കാനും വെറുതെ ഒരു കാലതാമസം ഉണ്ടാക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. അതൊക്കെ ആദർശന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ വാക്കുകളാണ് ആദ്യം നമുക്കിടയിൽ നിരോധിക്കേണ്ടത്. എടോ, എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ പിന്നെ താനെന്തിനാ? മീരയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയും കാര്യവും ഉണ്ട്. ചില സമയത്ത് തൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റാറില്ലെങ്കിലും കമ്പനിയുടെ കാര്യത്തിൽ
താൻ ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹൈദരാബാദിൽ നിന്നാണല്ലോ. ഹലോ, യെസ്, ടെൽ മീ. Did you send me the details? Okay. Let me check the mail first. Then I will inform you. എന്താ ആദർശേട്ടാ? കുറച്ച് പ്രശ്നമുണ്ടോ? താൻ ആ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ മെയിലും നോക്കട്ടെ. എന്താ ആദർശേട്ടാ പ്രശ്നം? ഹൈദരാബാദിലെ അപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റിന് നമ്മൾ സ്ഥലം വാങ്ങിയതാ. അതിന്റെ ഡോക്യുമെന്റ്സ് ഫേക്ക് ആണെന്ന്. അത് നമുക്ക് വിറ്റുവരെ നമ്മളെ ചതിച്ചതാ. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഞാൻ ഉടനെ അങ്ങോട്ട് പോവാ. അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥയെന്ന് അറിയട്ടെ. എന്തൊരു കഷ്ടകാലമാണിത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് സൗകര്യമായിട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് തിരുമ്പോ ഒന്നെന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ലല്ലോ. ആദർശേട്ടൻ ടെൻഷൻ ആവാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. എന്ത് വഴി തെളിയാനാ? അപ്പി പറയും പോലെ ഇതൊക്കെ ആരുടെ കഷ്ടകാലത്തിനാണെന്ന് ആർക്കറിയാം. എന്തായാലും ഇത്രയും നാളും ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇനി സംസാരിച്ചിരുന്നത് ശരിയാവില്ല. ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് വരാം. താൻ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യും. ഞാൻ ടിക്കറ്റ് ഒന്ന് വിളിച്ച് പറയട്ടെ. അല്ല, ഇവിടെ അല്ല, ഹൈദരാബാദിലാണ്. അവിടെ മിനിസ്ട്രിയിലോ മറ്റോ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സഹായമായേനെ. അതെ, എന്തു വേണമെങ്കിലും ചെയ്യാം. കാര്യം നടന്നാൽ മാത്രം മതി എനിക്ക്. ഇങ്ങനൊരു ചതി പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. അതെ, ചെയ്തു തന്നാ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. എന്തു പറ്റി ഹരിയേട്ടാ? ഹൈദരാബാദിൽ ആരെ സഹായിക്കുന്ന കാര്യോ ഹരിയേട്ടൻ പറഞ്ഞത്? ആദർശിന്റെ കാര്യമോ ബീന? ആദർശിന്റെ കാര്യോ? അതെ, ആദർശ് പെട്ടെന്ന് ഹൈദരാബാദിലേക്ക് പോയെന്നാ മീര പറഞ്ഞത്. അതെന്താ പെട്ടെന്ന്? ഹൈദരാബാദിൽ നടക്കുന്ന അവരുടെ പ്രോജക്റ്റിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ആ പ്രോജക്റ്റ് നടക്കുന്ന പ്രോപ്പർട്ടിയുടെ കള്ളപ്രമാണം ഉണ്ടാക്കി ആദർശിനെ പറ്റിച്ചതാണെന്ന്. അയ്യോ, അപ്പൊ ഇത്രയും നാളും അവിടെ കെട്ടിപ്പൊക്കിയതിന്റെ പണം മുഴുവനും നഷ്ടപ്പെടില്ലേ? എനിക്കറിയില്ല ബീന, ഞാൻ ആദർശിനെ വിളിച്ചില്ല. അതെന്താ? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ ആദർശിനെ വിളിച്ച് എന്തു പറയണമെന്നോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ എനിക്കൊരു ധാരണയില്ല. എന്നാലും ഇത് എന്തൊരു പരീക്ഷണോ ദൈവമേ! ഓരോ വഴികളിലൂടെ മുന്നോട്ട് വരാൻ നോക്കുമ്പോ ഭഗവാനായിട്ട് പിന്നോട്ട് വലിക്കുകയാണല്ലോ. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. ഒന്ന് മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. മീരമോള് നല്ല വിഷമത്തില. അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ മാർഗം ഉണ്ടാകുമോ എന്ന് എനിക്കറിയാവുന്ന ആളുകളോടെല്ലാം വിളിച്ച് ചോദിക്കുകയായിരുന്നു ഞാൻ. അവർക്ക് എന്തോ വലിയ കഷ്ടകാല സമയം ഹരിയേട്ടാ. അതുകൊണ്ടാ ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുന്നത്. ആർക്കും മനസ്സുകൊണ്ട് പോലും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാ മീര. ആദർശം അങ്ങനെ തന്നെയാ. എല്ലാവരെയും കഴിയും വിധം സഹായിക്കാനാ ആദർശം നോക്കാറ്. അതങ്ങനെയാ ഹരിയേട്ടാ. നല്ലവരെ ഈശ്വരൻ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കും. പക്ഷേ അവസാന വിജയം നന്മയ്ക്ക് തന്നെ ആയിരിക്കും. ഇതിനെ അങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാനല്ലേ പറ്റൂ ബീന.
വിവാഹം കഴിഞ്ഞ നാള് മുതൽ മീരയ്ക്കും ആദർശിനും ഓരോരോ പ്രശ്നങ്ങളാ. സത്യം പറഞ്ഞ മനസമാധാനത്തോടെ അവരൊന്നിച്ച് കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. ഇത് ദൃഷ്ടിദോഷോ ഹരിയേട്ട? നമുക്ക് ഇത്രയും വലിയ കുടുംബത്തിൽ നിന്നും ബന്ധം വന്നതിനും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും പലർക്കും നല്ല കുശുമ്പുണ്ട്. അതിന്റെയൊക്കെ ആവും ഓരോ പ്രശ്നങ്ങള്. ഇതൊരു നിസ്സാര പ്രശ്നമല്ല. സൂക്ഷിച്ചില്ലെങ്കിൽ ആദർശിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഹരിയേട്ടൻ വിഷമിക്കാതെ, അങ്ങനൊന്നും സംഭവിക്കില്ല. പിന്നൊരു കാര്യമുണ്ട് ഹരിയേട്ട, നമുക്കായി ഇതൊക്കെ വലിയ പ്രശ്നം. വലിയ വലിയ ബിസിനസ് ഒറ്റയ്ക്ക് നോക്കി നടത്തിയ ആദർശിനെ സംബന്ധിച്ച് ഇത് നിസ്സാര കാര്യമായിരിക്കും. ആദർശ് എളുപ്പത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചോളും. കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവത്തോണ്ടാ ബീന ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊരു നിസ്സാര പ്രശ്നമല്ല. സംഭവിക്കേണ്ട കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ ഹരിയേട്ട കാര്യം? എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാ നോക്കേണ്ടത്. അതുകൊണ്ട് ഹരിയേട്ടൻ മീരയ്ക്ക് ധൈര്യം കൊടുക്കണം. അല്ലെങ്കിൽ ആദർശ് തിരിച്ചു വരുന്നത് വരെ മീരയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. ആദർശ് ഇല്ലാതെ ആ വീട്ടിൽ നിന്നാ ആ അഭിരാമി മീരയുടെ ഉള്ള സമാധാനം കൂടെ കളയും. ഞാൻ പറഞ്ഞതുകൊണ്ട് മീര ഇവിടെ വന്ന് നിൽക്കുമെന്ന് ബീനയ്ക്ക് തോന്നുന്നുണ്ടോ? ആദർശ് തിരിച്ചു വരാതെ മീര വരില്ല ബീന. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ആ വീട്ടിൽ തന്നെ പിടിച്ചു നിന്നവളല്ലേ മീര. അതാ മീരയുടെ കുഴപ്പം. എന്തിനാ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത്? അത്രയ്ക്ക് താണു കേണ് നിൽക്കാൻ മീര ആ വീട്ടിലെ വേലക്കാരിയൊന്നും അല്ലല്ലോ. വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീടിനെ സ്വന്തം വീടായി കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ തന്നെ മോക്ക് പറഞ്ഞു കൊടുത്തത്. ആ അതെ, അല്ലെങ്കിൽ ഹരിയേട്ടനാ വേണ്ടാത്ത ഓരോ കാര്യങ്ങള് മീരെ പഠിപ്പിച്ചത്. തന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നവരോട് സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാ തിരിച്ചു ഉപദ്രവിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാ ഇന്ന് നിലനിൽപ്പുള്ളത്. അതൊരു കണക്കിന് ശരിയാ. അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ ഇഷ്യൂ ഹൈദരാബാദിലെ പ്രോജക്റ്റിന്റെ കാര്യമാണ്.